നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട് വിളിച്ച ആ ഒരു സംഘർഷത്തിൽ ഭാരതത്തിന് പാകിസ്ഥാനെതിരെ എടുത്ത നടപടികളിൽ തന്ത്രപരമായ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടോ? പലരും ചോദിക്കുന്ന ചോദ്യമാണ്. ചില സൈനിക മേധാവികളെങ്കിലും അർത്ഥസമ്മതത്തോടുകൂടി തന്നെ അത് അംഗീകരിച്ച ഒരു കാര്യം കൂടിയാണ്, ഞങ്ങൾ ചില ടാക്റ്റിക്കൽ എറേഴ്സ് ഞങ്ങൾക്കുണ്ടായി എന്നുള്ളത്. ശരിക്കും ഈ തന്ത്രപരമായ പിഴവുകൾ എന്താണ്? എന്തുകൊണ്ടാണ് ആ തന്ത്രപരമായ പിഴവുകൾ ഉണ്ടായത്? ഒരു പക്ഷേ ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ പിഴവുകളാണോ? ഒരു പക്ഷേ കേൾക്കുമ്പോൾ തന്നെ അവിശ്വസനീയമായ, അല്ലെങ്കിൽ നമ്മൾ കാണുന്നതിനപ്പുറത്തുള്ള പല കളികളും നടന്ന ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ, അല്ലെങ്കിൽ ഇൻഡോ പാകിസ്ഥാൻ സംഘർഷത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെയൊരു ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടില്ല. ഇതിലെ ഓരോ നടപടിയും, ഓരോ പ്രസ്താവനയും, ഓരോ പത്രസമ്മേളനവും കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നുവെന്ന് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നു മാത്രമല്ല, ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പാർലമെൻറ്റേറിയൻസ്, നമ്മളുടെ പ്രതിനിധികൾ, പാർലമെൻറ്റ് പ്രതിനിധികൾ ലോകമെമ്പാടും സംഘങ്ങളായി സഞ്ചരിക്കുന്നതിൻ്റെ പിന്നിലും കൃത്യമായ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നമ്മൾ ഈ കാണുന്ന ഒന്നുമല്ല, ഇതിനപ്പുറമുള്ള ഒരു കാരണമാണ്. ആ കാരണം എന്താണ് എന്ന് എനിക്കാകുന്ന ഭാഷയിൽ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാനാണ് ഇന്ന് ശ്രമിക്കുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. പലരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, എന്താണ് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ വീഡിയോസ് എടുക്കാത്തത്? കാരണം സ്ഥിരമായി അങ്ങനെ സംഘർഷമൊന്നും ഇല്ലാത്തപ്പോൾ തന്നെ പ്രതിരോധ രംഗവുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ആ ചോദ്യം സ്വാഭാവികമാണ്. ഒന്ന്, ചില വീഡിയോസ് തുടക്കത്തിൽ ഞാൻ എടുത്തിരുന്നു, അത് മാത്രമല്ല അത് കഴിഞ്ഞ് യാത്രയായിരുന്നു. പക്ഷേ ഇതൊന്നുമല്ല കാരണം എവിടെ നോക്കിയാലും ഇപ്പോൾ പ്രതിരോധ വിദഗ്ധരാണ് ഉള്ളത്. എല്ലാവരും പ്രതിരോധത്തെക്കുറിച്ചും ഭാരതത്തിൻ്റെ സൈന്യം എന്താണ് ചെയ്യേണ്ടത്, പാകിസ്ഥാനെ എങ്ങനെയാണ് പാഠം പഠിപ്പിക്കേണ്ടത്, ഇതൊന്നും അല്ലെങ്കിൽ പാകിസ്ഥാൻ നമ്മളെ ചുരുട്ടിക്കൂട്ടിയെന്നും നമ്മൾക്കാണ് വലിയ നഷ്ടം ഉണ്ടായതെന്നും തെളിയിക്കാൻ നടക്കുന്ന മറ്റ് ചില വിദഗ്ധർ വേറെയും. അതിൽ മലയാളികളാണ് ഏറ്റവും കൂടുതലെന്നാണ് എനിക്ക് ഈ എക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതെന്തുമാകട്ടെ, ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടക്കേണ്ടതാണ്. എന്തായാലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളവും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളവും അവരുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ ഈ ഒരു സംഘർഷം സഹായിച്ചിട്ടുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ചൈന പാകിസ്ഥാന് വെറും കളിപ്പാട്ടം മിസൈൽസും കളിപ്പാട്ടത്തിൽ പോലെയുള്ള യുദ്ധസാമഗ്രികളും റഡാറുകളും നൽകി പാകിസ്ഥാനെ ഇത്രയും കാലം അങ്ങനെ പറ്റിക്കുകയായിരുന്നു എന്നുള്ളത് പാകിസ്ഥാൻ ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. കാരണം ലോകത്ത് തന്നെ ആദ്യമായിട്ട് ചൈനയുടെ അത്യന്താധുനിക യുദ്ധസാമഗ്രികൾ പരീക്ഷിച്ച ഒരു സംഘർഷമായിരുന്നു ഇത്. ചൈന ശ്വാസം അടക്കി പിടിച്ചാണ് ഈ സംഘർഷം നോക്കിക്കണ്ടത്. അതാണ് ചൈനയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രസ്താവന പോലും ഇല്ലായിരുന്നു. ഞങ്ങളുടെ ഉപകരണങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യും എന്ന് ചൈന തന്നെ പാകിസ്ഥാനെ ഒരു ഉപകരണമാക്കി പരീക്ഷിക്കുകയായിരുന്നു. ആ പരീക്ഷണത്തിൽ പാകിസ്ഥാനും ചൈനയും പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഒരു വശത്ത് ചൈന എങ്ങനെ പറ്റിച്ചപ്പോൾ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഞങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ള സത്യവും പാകിസ്ഥാൻ മനസ്സിലാക്കി. ഒരുപക്ഷെ തുർക്കിയും അസർബൈജാനും ഒഴിച്ചാൽ പാകിസ്ഥാൻ്റെ കൂടെ വേറെ ആരുമില്ല എന്ന് പാകിസ്ഥാൻ ഉത്തമ ബോധ്യമായി. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കണ്ണു തുറക്കുന്ന, അല്ലെങ്കിൽ കണ്ണു തുറപ്പിക്കുന്ന അനുഭവമായിരുന്നു. അമേരിക്കയുടെ ഈ എടുത്തുചാട്ടം, തോക്കിൽ കയറി വെടിവെക്കുന്ന ഈ പരിപാടി, അത് ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള പരിപാടി കൂടാതെ ശരിക്കും നമ്മളുടെ കൂടെ കണ്ണുമടച്ച് കൂടെ നിൽക്കുന്ന ഏക രാജ്യം ഇസ്രായേലാണ് എന്ന് പറയേണ്ടി വരും ഈ ഒരു ഘട്ടത്തിൽ. റഷ്യ പോലും ഒരു പരിധിക്കപ്പുറത്തോട്ട് നമ്മളുടെ മുമ്പിലേക്ക്, നമ്മളുടെ അടുത്തേക്ക് വന്നില്ല എന്നുള്ളത് ഈ സംഘർഷത്തിൽ വളരെ വ്യക്തമായിരുന്നു. എന്തായാലും ഓരോ സംഘർഷവും, ഓരോ മിലിറ്ററി ഓപ്പറേഷനും രാജ്യത്തിനും രാജ്യത്തെ സൈനിക ശക്തികൾക്കും വലിയ പാഠങ്ങളാണ് നൽകുന്നത്. ഇനിയുള്ള നാളുകളിൽ ഈ സൈനിക കേന്ദ്രങ്ങളിൽ, പരിശീലന കേന്ദ്രങ്ങളിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പാഠങ്ങൾ പഠിക്കുക, ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പരിശീലനങ്ങൾ നടക്കുക. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. എന്താണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഭാരതത്തിന് സംഭവിച്ച ഒരു തന്ത്രപരമായ പിഴവ്? പിഴവ് എന്ന് അതിനെ പറയാൻ പോലും പറ്റില്ല. അതൊരു പിഴവല്ല, മറിച്ച് ഒരു പോരായ്മയാണ്. ആ പോരായ്മ ഈ ഈ പോരാട്ടത്തിൻ്റെ, പാകിസ്ഥാനെ നമ്മൾ തകർത്ത് കളഞ്ഞ ആ ഒരു വലിയ സൈനിക ഓപ്പറേഷൻ്റെ പൂർണ്ണമായ ചിത്രം നമ്മൾ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിലും ലോകത്തിന് മുമ്പിലും വെക്കാൻ നമ്മൾക്ക് സാധിച്ചില്ല, അല്ലെങ്കിൽ അതിൽ നമ്മൾ പുറകോട്ട് പോയി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഒരിടത്ത് പോലും
ഒരു രാജ്യവും ഇത്ര ഉത്തരവാദിത്വത്തോടുകൂടി ഇത്ര കൃത്യമായ പ്രിസിഷൻ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ടാവില്ല. വലിയ അപകടങ്ങൾ ഉണ്ടാകാവുന്ന സ്ഥലങ്ങളിൽ കൃത്യമായ സ്ഥലങ്ങളിൽ മാത്രം അറ്റാക്ക് ചെയ്യുകയും ഉദ്ദേശം നിറവേറ്റുകയും ചെയ്ത അറ്റാക്കുകളാണ് നമ്മൾ നടത്തിയത്. ഒറ്റ രാത്രി കൊണ്ട് പാകിസ്ഥാൻ്റെ 20% എയർഫോഴ്സിൻ്റെ കേപ്പബിലിറ്റിയാണ് നമ്മൾ ഇല്ലാതാക്കിയത്. പാകിസ്ഥാൻ്റെ 9/11 എന്ന് വേണമെങ്കിൽ നമ്മൾക്കിതിനെ വിളിക്കാം. 9/11 നമുക്കറിയാം അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണമാണെങ്കിൽ പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ, പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്കെതിരെ ഭാരതം നടത്തിയ 9/11 അറ്റാക്കായിരുന്നു മെയ് 10 രാത്രിയിൽ നമ്മൾ കണ്ടത്. 11ഓളം എയർബേസുകൾ തകർത്തു എന്ന് മാത്രമല്ല 9ഓളം യുദ്ധവിമാനങ്ങൾ ഒറ്റയടിക്ക് ഇല്ലാതാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിൽ 9ഉം അല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. പാകിസ്ഥാൻ്റെ 4 F-16 ജേക്കോബാബാദിൽ അവരുടെ എയർബേസിൽ കടന്ന വിമാനങ്ങൾ തകർന്നു. അതോടൊപ്പം തന്നെ 4 വിമാനങ്ങൾ ആകാശത്തുണ്ടായിരുന്നതും തകർന്നു വീണു എന്ന് പറയുന്നു. ഇത് കൂടാതെ പാകിസ്ഥാൻ്റെ ഏറ്റവും അത്യന്താധുനിക ചൈനീസ് യുദ്ധവിമാനങ്ങൾ വേറെയും ഉണ്ട്. അതുമൊക്കെ വലിയ കേടുപാടുകൾ സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു 9 വിമാനങ്ങളുടെ കാര്യം വളരെ കൃത്യമായി ഇപ്പോൾ ബോധ്യമുള്ള കാര്യമാണ്. അപ്പോഴും ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നത് ഇന്ത്യക്കും ഉണ്ടായില്ലേ നഷ്ടം? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യക്കുണ്ടായ നഷ്ടം എന്തിന്? അതും നമ്മൾക്ക് പറ്റിയ ഒരു പിഴവാണെന്ന് ഞാൻ പറയും. നമ്മൾ എന്തിനാണ് നമ്മളുടെ നഷ്ടങ്ങൾ നമ്മൾ ഒരു ഒളിച്ചു വെക്കുന്നത് തുടക്കത്തിൽ തന്നെ? ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ജനറൽ അനിൽ ചൗഹാൻ, CDS ആണ് അദ്ദേഹം സിംഗപ്പൂരിൽ വെച്ചിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന്. പക്ഷേ അദ്ദേഹം ആദ്യമായിട്ടല്ല അത് പറയുന്നത്. നേരത്തെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സൈനിക മേധാവികളും ഇത് സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. നഷ്ടം സംഭവിക്കാതെ ഇത് നടക്കാൻ ഇത് ഫുട്ബോൾ മാച്ചൊന്നുമല്ല. ആരുമായിട്ട് യുദ്ധം ചെയ്താലും ആരുമായിട്ട് തർക്കം ഉണ്ടായാലും നഷ്ടങ്ങൾ 2 സൈഡിലും ഉണ്ടാകും. അൾട്ടിമേറ്റ്ലി ആരാണ് ജയിക്കുന്നത്, ആരുടെ ഭാഗത്താണ് ധർമ്മം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. തീർച്ചയായിട്ടും നമുക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ 4 റഫേൽ വിമാനങ്ങളും അല്ലെങ്കിൽ അതുപോലെ മിറാഷും ഒക്കെ തകർത്ത് താഴെ ഇട്ടു എന്നൊക്കെ പറയുന്നത് ശുദ്ധഭോഷ്കാണ്. നമ്മൾക്ക് ഒരു പൈലറ്റിനെ പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മളുടെ യുദ്ധവിമാനങ്ങൾക്കുണ്ടായ കേടുപാടുകൾ എൻ്റെ അനുമാനത്തിൽ അത് വിമാനത്താവളങ്ങൾ, ഭട്ടിൻഡ ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിൽ, എയർബേസുകളിൽ പാകിസ്ഥാൻ തുടക്കത്തിൽ നടത്തിയ ആക്രമണമാണ്. ഒരു പക്ഷേ പാകിസ്ഥാൻ നമ്മളുടെ മിലിറ്ററി ആസ്ഥാനങ്ങളെ, നമ്മളുടെ വ്യോമസേനാ താവളങ്ങളെ ടാർഗറ്റ് ചെയ്യുമെന്ന് ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ ഭീകരതയ്ക്കെതിരെയാണ് നമ്മൾ യുദ്ധം ചെയ്തത്, ഭീകര കേന്ദ്രങ്ങളാണ് നമ്മൾ തകർത്തത്. ആ തകർത്തതിന് പകരമായിട്ട് പാകിസ്ഥാൻ ഇങ്ങോട്ട് ശ്രമിച്ചത് നമ്മളുടെ വ്യോമസേനാ കേന്ദ്രങ്ങൾ മാത്രമല്ല, നമ്മളുടെ പഞ്ചാബിലെ ഹർമന്ദർ സിംഗ് സാഹിബ് എന്ന് നമ്മൾ പറയുന്ന ആ ശ്രേഷ്ഠമായ ആ പുണ്യ സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഗോൾഡൻ ടെമ്പിൾ, സുവർണ ക്ഷേത്രം ആക്രമിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത്. അവിടേക്ക് പാകിസ്ഥാൻ 2 ഫത്തേ മിസൈലുകളാണ് അയച്ചത്. ഈ ഫത്തേ മിസൈലുകളെന്ന് പറയുന്നത് ന്യൂക്ലിയർ വാർഹെഡ് ഉള്ള ഫത്തേ മിസൈലുകളാണ്. ന്യൂക്ലിയർ വാർഹെഡ് കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ഫത്തേ മിസൈലുകളാണ്. ഈ ഫത്തേ മിസൈലുകൾ ഹർമന്ദർ സാഹിബിലേക്ക് അയച്ചു. അതേപോലെ തന്നെ ഷാഹീൻ മിസൈല് ദില്ലി ലക്ഷ്യമാക്കിയും പാകിസ്ഥാൻ തൊടുത്തുവിട്ടു. ഈ ഷാഹീൻ മിസൈലിലും ആവശ്യമുണ്ടെങ്കിൽ ന്യൂക്ലിയർ വാർഹെഡ് വെക്കാൻ സാധിക്കും. പക്ഷേ അവർ ന്യൂക്ലിയർ വാർഹെഡ് വെച്ചില്ല, പകരം കൺവെൻഷനലായിട്ടുള്ള വാർഹെഡാണ് അവിടെ ഉപയോഗിച്ചത്. പക്ഷേ ഇത് രണ്ടും പാകിസ്ഥാൻ ചെയ്തപ്പോഴാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മതിയായി, ഇനി നമുക്ക് തകർക്കാമെന്ന് ഭാരതം തീരുമാനിക്കുന്നതും പാകിസ്ഥാനെ ആഞ്ഞടിച്ചതും. അതുവരെ ഭാരതം വളരെ ശുഷ്കാന്തിയോടുകൂടി, വളരെ സംയമനത്തോടു കൂടി തന്നെയാണ് ഭാരതം പ്രവർത്തിച്ചത്. നമ്മൾ ഈ കാര്യങ്ങൾ ഇത്രയും വിശദമായി പറയുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാരതം ഇപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണ് എന്ന് പറയാൻ വേണ്ടിയാണ്. അതിൻ്റെ കാരണം എന്താണ് എന്ന് പറയാൻ വേണ്ടിയാണ്. പാകിസ്ഥാനെ ഒറ്റ രാത്രി കൊണ്ട്, ഞാൻ ഈ പറഞ്ഞതുപോലെ ഒറ്റ രാത്രി കൊണ്ടാണ് നമ്മൾ പാഠം പഠിപ്പിച്ചത്. ആ രാത്രിയിൽ നമ്മൾ പഠിപ്പിച്ച പാഠം എന്ന് പറയുന്നത് അത് വ്യോമസേനാ താവളങ്ങൾ ആക്രമിച്ചും അല്ലെങ്കിൽ വ്യോമസേനയുടെ ഏതാനും ഫൈറ്റർ ജെറ്റുകൾ ഇല്ലാതാക്കിയും മാത്രമല്ല, പാകിസ്ഥാൻ ന്യൂക്ലിയർ കേപ്പബിലിറ്റി തന്നെയായിരുന്നു ഭാരതത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് ഇപ്പോൾ സുവ്യക്തമാണ്. അത് ഭാരതം ഔദ്യോഗികമായി സമ്മതിച്ചാലും ഇല്ലെങ്കിലും അതുതന്നെയായിരുന്നു നമ്മളുടെ ലക്ഷ്യം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ 2 മിസൈലുകളാണ്, ഫത്തേ മിസൈലും ഷാഹീനും. ഇത് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ നമ്മളുടെ നേരെ തൊടുത്തുവിട്ടതേ ഉള്ളൂ. അത് ഭാരതത്തിൽ എത്തിയില്ല, അത് അടിച്ചു വിടാൻ നമുക്ക് സാധിച്ചു, അത് വേറെ കാര്യം. പക്ഷേ
ഈ മിസൈൽ ഇവർ തൊടുത്തുവിട്ടത് ഇത് കൃത്യമായിട്ടൊരു സന്ദേശമാണ്. ഭാരതത്തിനെതിരെ വേണ്ടി വന്നാൽ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും, ഞങ്ങളതിന് മടിക്കില്ല എന്ന കൃത്യമായ സന്ദേശം പാകിസ്ഥാൻ കൊടുത്തതാണ് ഭാരതത്തിന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ന്യൂക്ലിയർ കപ്പാസിറ്റി തന്നെ, നിങ്ങൾക്ക് ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിച്ച് ഭാരതത്തെ ആക്രമിക്കാനുള്ള നിങ്ങളുടെ ശക്തി, അതിനുള്ള നിങ്ങളുടെ അടിസ്ഥാനം തന്നെ ഞങ്ങൾ തകർക്കുമെന്ന് ഭാരതം തിരിച്ചു കൊടുത്ത മറുപടിയായിരുന്നു ആ ആക്രമണം മെയ് 10-നും മെയ് 11-നും. ആ ആക്രമണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇന്നും പാകിസ്ഥാനിൽ തീർന്നിട്ടില്ല. ഇതെല്ലാം മനസ്സിലാക്കാതെയാണ് നമ്മളിവിടെ അയ്യോ നമ്മളുടെ 2 റഫേൽ പോയി, 5 റഫേൽ പോയി എന്നൊക്കെ ഇവിടെ തന്നെ മലയാളികൾ തന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത്. എന്തിനാണ്? മോദിയാണല്ലോ രാജ്യം ഭരിക്കുന്നത്, അപ്പോൾ മോദിക്കിട്ടാണല്ലോ ഈ കൊട്ട് കിട്ടുന്നത്. പാകിസ്ഥാൻ കണ്ടില്ലേ മോദിയെ കൊട്ടി. പാകിസ്ഥാൻ ഒരു അടുത്ത 10 വർഷത്തേക്കെങ്കിലും പാകിസ്ഥാന് ഭാരതത്തിനെതിരെ ന്യൂക്ലിയറുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആക്രമണത്തിനോ പാകിസ്ഥാന് ശക്തിയില്ലാതായിരിക്കുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഭാരതം എന്താണ് യഥാർത്ഥത്തിൽ ചെയ്തത് വളരെ കൃത്യമായ പ്രിസിഷൻ സ്ട്രൈക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്. വലിയ അപകടകരമായ ഒരു ദൗത്യമാണ് അത് ചെയ്തത്. ഈ കിരാന ഹിൽസ് മാത്രമല്ല, കിരാന ഹിൽസിനോടൊപ്പം പാകിസ്ഥാന് ചാഗായ് എന്ന് പറയുന്ന മലനിരകളുണ്ട്. ഈ ചാഗായ് മലനിരകളാണ് യഥാർത്ഥത്തിൽ, അവിടെയൊക്കെയാണ് ഈ ന്യൂക്ലിയർ വാർഹെഡ്സ് പാകിസ്ഥാൻ സൂക്ഷിച്ചിരുന്നത്. ചാഗായിലുണ്ട്, കിരാനായിലുണ്ട്. ഈ ന്യൂക്ലിയർ പലർക്കും ഉള്ള ഒരു സംശയം, ഈ ന്യൂക്ലിയർ വാർഹെഡ്സിൻ്റെ ഗാരിസൺസിലേക്ക് ആക്രമണം നടത്തുമ്പോൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഈ ചാഗായ് ഹിൽസ് പണ്ട് മുതൽ തന്നെ നമ്മളുടെ പോക്രാൻ പോലെ ന്യൂക്ലിയർ ടെസ്റ്റുകളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെയാണ് ഈ ആക്രമണം നടത്തിയത്. അപ്പോൾ ഈ ആക്രമണം നടക്കുമ്പോൾ ഈ ന്യൂക്ലിയർ ആയുധങ്ങൾ പൊട്ടിത്തെറിച്ചോ എന്നാണ് പലരും സംശയിക്കുന്നത്. അങ്ങനെ ന്യൂക്ലിയർ ആയുധങ്ങൾക്ക് പൊട്ടിത്തെറിക്കാൻ സാധിക്കില്ല. അത് ന്യൂക്ലിയർ ഫിഷൻ ഉണ്ടായാൽ മാത്രമാണ് അത് പൊട്ടിത്തെറിക്കാൻ സാധിക്കുക. അത് ഡിറ്റോണേറ്റേഴ്സ് ഉൾപ്പെടെ അത് ഒരുമിച്ച് സംയോജിപ്പിക്കുമ്പോൾ മാത്രമാണ് അത്തരം ഒരു വലിയ തോതിലുള്ള ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാകുക. പക്ഷേ അത് ഒരുമിച്ച് ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഇത് നശിപ്പിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ പ്രത്യാഘാതങ്ങളാണ്. ഇത് സയൻറ്റിഫിക് ടേംസ് ഒഴിവാക്കി സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. ആ പ്രത്യാഘാതങ്ങളാണ് നമ്മളിപ്പോൾ ഭൂകമ്പങ്ങളുടെ ഒരു വലിയ നീണ്ട നിര നമ്മൾ കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും ദേറ ഖാസിഖാൻ എന്ന് പറയുന്ന യുറേനിയം സമ്പുഷ്ട പ്ലാന്റ് ഉണ്ട്, യുറേനിയം എൻറിച്ച്മെൻറ്റ് പ്ലാന്റ്. അവിടെ അടുത്ത് ഭൂകമ്പം ഉണ്ടായി. അത് റിക്ടർ സ്കെയിലിൽ ഏതാണ്ട് 5 രേഖപ്പെടുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം ഈ സംഭവിച്ചിരിക്കുന്നത് ഈ ഇന്ത്യയുടെ ഈ ആക്രമണത്തിൻ്റെ പ്രത്യാഘാതങ്ങളാണ്. യഥാർത്ഥത്തിൽ ഈ മിസൈലുകൾ നശിപ്പിച്ചു, ഡെറ്റോനേറ്റേഴ്സ് നശിപ്പിച്ചു എന്ന് മാത്രമല്ല, ഈ കേന്ദ്രങ്ങളിലെല്ലാം വലിയ തോതിൽ ആണവ വികിരണം ഉണ്ടാകുമെന്നുള്ള ഭയം ലോകത്തെമ്പാടും വ്യാപിപ്പിക്കാൻ പാകിസ്ഥാൻ ഈ ഒരു അവസരം ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇത് ആണവ വികിരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിൽ നിന്ന് ആണവ വികിരണം ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രത്യേക വിമാനം എത്തിയത്. ഈജിപ്തിൽ നിന്ന് ബോറോണുമായിട്ട് ഈജിപ്ഷ്യൻ വിമാനം ഈ പ്രദേശത്ത് എത്തിയത്. ഇത് രണ്ടും അവർ ശ്രമിക്കുന്നത് ആണവ വികിരണം വളരെ ലോക്കലായി നിലനിർത്താനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആണവ ബോംബ് പൊട്ടിത്തെറിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ആണവ വികിരണം വലിയ തോതിൽ ഉണ്ടാവില്ല. പക്ഷേ ചെറിയ തോതിൽ ലോക്കലൈസ്ഡ് ആയിട്ട് ആണവ വികിരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത മറികടക്കാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ വലിയ തോതിൽ ശ്രമിക്കുന്നത്. പാകിസ്ഥാനിലെ ഈ പ്രദേശങ്ങളിലുള്ള ജേക്കബാബാദിലൊക്കെ ഉള്ള ആൾക്കാരെ അവരുടെ ഗ്രാമങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. ഈ ഒഴിപ്പിക്കുന്ന ആൾക്കാരോട് പാകിസ്ഥാൻ്റെ പട്ടാളക്കാർ പറയുന്നുണ്ട് റേഡിയേഷൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഒരു പക്ഷേ അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് വലിയ താമസമില്ലാതെ നിങ്ങൾക്ക് വീടുകളിലേക്ക് മടങ്ങാൻ സാധിക്കും എന്നൊക്കെ ഇവർ പറയുന്ന സംഭാഷണങ്ങൾ പോലും ഭാരതത്തിലെ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം വളരെ കൃത്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു പക്ഷേ പാകിസ്ഥാൻ നമ്മൾക്കെതിരെ ആണവ ആയുധം വെച്ച് ഭീഷണി തുടരും എന്നുള്ളത് തന്നെയാണ്. ആ ഭീഷണി തുടരുകയാണെങ്കിൽ നമ്മൾ തിരിച്ചടിക്കുന്നത് പാകിസ്ഥാൻ്റെ ആണവ ആയുധ ആക്രമണത്തിനുള്ള എല്ലാ ശക്തിയും നശിപ്പിച്ചുകൊണ്ടായിരിക്കുമെന്ന് നമ്മളും തീരുമാനിച്ചിരുന്നു. ആ തീരുമാനം നടപ്പാക്കിയതാണ് നമ്മൾ കണ്ടത്. ഇനി ഇതിന് ശേഷം എന്തുകൊണ്ടാണ് ഭാരതം ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്ന് വലിയ തോതിൽ അട്ടഹസിക്കാത്തത്, അവകാശവാദങ്ങൾ മുമ്പോട്ട് വെക്കാത്തത്? അതിന് കാരണവും ഈ ആണവായുധമാണ് വിഷയം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ പറയുന്ന നമ്മളുടെ ദൗത്യ സംഘങ്ങൾ ലോകമെമ്പാടും പോവുകയാണ്.
എന്തുകൊണ്ടാണ് അവർ പോകുന്നത്? പാകിസ്ഥാൻ്റെ ഈ പ്രൊപ്പഗൻഡ മിഷണറി, അവരെ തെറ്റായ വിവരങ്ങൾ അല്ലെങ്കിൽ അവരുടെ കള്ളപ്രചരണത്തിൻ്റേതായ ഒരു ശക്തി വളരെ വലുതാണ്. അവർ ആദ്യം തന്നെ ഈ പല രാജ്യങ്ങളിലും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ചില രാജ്യങ്ങൾ അവരുടെ നിലപാടുകൾ മാറ്റിയിട്ടുണ്ട് ഈ വിഷയത്തിൽ. എന്തുകൊണ്ടാണത്? കാരണം പാകിസ്ഥാൻ ആദ്യമേ പറഞ്ഞു, ഞങ്ങളാരും അവരെ ആക്രമിച്ചിട്ടില്ല, ഒരു ഭീകരാക്രമണം ഉണ്ടായി, പാകിസ്ഥാനിലേക്ക് ഭാരതം ഇരച്ചെത്തുകയും ഞങ്ങളുടെ എയർഫീൽഡുകളും അവരുടെ കയ്യിൽ ഈ സാറ്റലൈറ്റ് പിക്ചേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരിടത്തുണ്ടായ ഒരു വ്യോമ താവളത്തിൽ, മുരീദിലുണ്ടായ ആ ഒരു വിമാനത്താവളത്തിലുണ്ടായ ഒരു വലിയ ഗർത്തം എന്ന് പറയുന്ന 30 മീറ്റർ ആഴമുള്ള ഗർത്തമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കാണിച്ച് ഞങ്ങളാണ് ഇര എന്ന് പറഞ്ഞ്, ഇരവാദമാണല്ലോ ഇവരുടെ ഒരു കൃത്യമായ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇരവാദവുമായിട്ട് ഇവർ ലോകമെമ്പാടും സഞ്ചരിക്കുകയാണ്. അതിനെ എതിർക്കാനും അതിൻ്റെ സത്യം ബോധ്യപ്പെടുത്താനുമാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ പാർലമെൻറ്റ് അംഗങ്ങൾ പോകുന്നത്. ഈ പാർലമെൻറ്റ് അംഗങ്ങൾ അവിടെ ചെന്നിരിക്കുമ്പോൾ തന്നെ അവർ മാത്രമല്ല യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത്. അവരുടെ ഉദ്യോഗസ്ഥന്മാരുമായി നമ്മളുടെ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർ മറ്റൊരു തലത്തിൽ ചർച്ച നടത്തുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്, നമ്മൾ ഉത്തരവാദിത്വ ബോധമില്ലാതെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച ഒരു രാജ്യമല്ല, മറിച്ച് നമ്മൾ ഭീകരരെയാണ് ആക്രമിച്ചത്. ആ ഭീകരരെ നമ്മൾ ആക്രമിച്ചപ്പോൾ ഭീകരരും പട്ടാള മേധാവികളും രാഷ്ട്രീയക്കാരും തമ്മിൽ വലിയ വേർതിരിവൊന്നുമില്ലാത്ത ഒരു രാജ്യമായ പാകിസ്ഥാൻ തിരിച്ച് ഞങ്ങളുടെ തലസ്ഥാനമായ ദില്ലിയിലേക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു പുണ്യക്ഷേത്രമായ അല്ലെങ്കിൽ ഒരു പുണ്യ കേന്ദ്രമായ അമൃത്സറിലേക്കും അവർ മിസൈലുകൾ വിടുകയാണ് ചെയ്തത്. അത് തകർത്തിട്ടാണ് ഞങ്ങൾ തിരിച്ചാക്രമണം നടത്തിയത് എന്നുള്ള കൃത്യമായ നമ്മളുടെ നിലപാട്, ഭീകരതയ്ക്കെതിരെ ഇനിയും ഈ നിലപാട് തുടരും എന്നുള്ള കൃത്യമായ സന്ദേശമാണ് നമ്മൾ മറ്റ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ വളരെ പെട്ടെന്ന് വെടിനിർത്താനും നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സംഘർഷത്തിൽ നിന്ന് മാറാനും കാരണവും ഈ ആണവ വികരണത്തിൻ്റെ വിഷയം തന്നെയാണ്. അതല്ലാതെ ഇതിന് യാതൊരു കാരണവുമില്ല. ഒരു രാത്രി കൂടി നമ്മൾ ഈ ആക്രമണം തുടർന്നിരുന്നെങ്കിൽ പാകിസ്ഥാൻ ഇന്ന് കാണുന്ന കോലത്തിൽ ഉണ്ടാകില്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് പോലും നമ്മൾ പിന്മാറിയത് ഈ ആണവ വികരണമെന്നും പറഞ്ഞ് പാകിസ്ഥാൻ നിലവിളിച്ചതുകൊണ്ട് മാത്രമാണ്. ഇതാണ് ഈ സംഘർഷത്തിൻ്റെ ആകത്തുക. ഈ സംഘർഷത്തിൽ നമ്മൾക്ക് പറ്റിയ ഒരു ടാക്റ്റിക്കലായ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു പിഴവ്, ഒരു പോരായ്മ എന്ന് പറയുന്നത് നമ്മളുടെ ഭാഗം നമ്മൾ വളരെ കൃത്യമായി പറയുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുന്നു, നമ്മൾ സത്യസന്ധമായി പറയാനുള്ളത് പറയുന്നു. അതിനപ്പുറം ഈ പറയുന്നത് പോലെ വലിയ പ്രചരണങ്ങളെ നേരിടാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഒരു പക്ഷേ നമ്മൾക്ക് സംഭവിച്ച ഒരു പോരായ്മ തന്നെയാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ഗൽവാനിലും നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ ചെയ്തത് ഏതാണ്ട് ഇതേ കാര്യമാണ്. ഗൽവാനിൽ നമ്മൾക്ക് 20 സൈനികരെ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. അപ്പോൾ തന്നെ എല്ലാ രാഷ്ട്രീയക്കാരും, ഇവിടെയുള്ള പല ആൾക്കാരും അന്ന് വലിയ ബഹളം ഉണ്ടാക്കി, അയ്യോ നമുക്ക് 20 പേരെ നഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞ്. അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ഒരാളെ നഷ്ടപ്പെട്ട കഥ പോലും ഇപ്പോഴും പറഞ്ഞിട്ടില്ല. പക്ഷേ ചൈനയുടെ 43 പട്ടാളക്കാരാണ് അവിടെ മരിച്ചു വീണതെന്ന് പിന്നീട് നമ്മളെ അറിയിച്ചത്, ലോകത്തെ അറിയിച്ചത് ഒരു അമേരിക്കൻ ഏജൻസിയാണ്. അപ്പോൾ ചൈന അത് മിണ്ടാതിരുന്നു. പക്ഷേ നമ്മളുടെ പട്ടാളക്കാർ നഷ്ടപ്പെട്ടത് നമുക്കവരെ ഒളിച്ചു വെക്കാൻ പറ്റില്ല. നമ്മൾക്ക് അവരുടെ വീരോചിതമായ ഒരു യാത്രയെ ഇപ്പോൾ ഓരോ പട്ടാളക്കാരനും അർഹിക്കുന്നുണ്ട്, നമ്മളത് കൊടുക്കുകയും ചെയ്യും. അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് അത് നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ല. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ യാതൊരു കമ്മിറ്റ്മെൻറ്റുമില്ല, പാകിസ്ഥാനെ സംബന്ധിച്ചുമില്ല. അവരവരുടെ പട്ടാളക്കാരുടെ ഡെഡ് ബോഡി പോലും തിരിച്ചെടുക്കാൻ അവർ തയ്യാറല്ല. അപ്പോൾ ഇതുപോലെയുള്ള രാജ്യങ്ങളെ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ടാക്റ്റിക്കലായിട്ട് ഈ ഇൻഫർമേഷൻ വിഷയത്തിൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ്റെ ഈ യുഗത്തിൽ വളരെ ശക്തമായ PR-ഉം കൂടി നമ്മൾക്ക് വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിൽ തുടക്കം മുതൽ തന്നെ സൈനിക മേധാവികൾ അല്ലെങ്കിൽ സൈനിക ഉദ്യോഗസ്ഥന്മാർ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത് ഒരു പക്ഷേ ഈ ഒരു മാറിയ ചിന്തയുടെ ഭാഗമായിരിക്കാം. പക്ഷേ പാകിസ്ഥാൻ്റെ കള്ളപ്രചരണങ്ങളും ആണവ വികരണം സംബന്ധിച്ച വലിയ നെഞ്ചത്തടിച്ച് ഞങ്ങൾക്കെതിരെ ആണവായുധം പ്രയോഗിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ഇവർ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ ബഹളമുണ്ടാക്കിയപ്പോൾ അവിടെയാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന് ഒന്ന്
രണ്ടടി പുറമോട്ട് വരേണ്ടി വന്നത്. അല്ലാതെ പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് ഭാരതത്തിന് അങ്ങനെ ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. ആ നഷ്ടം സംഭവിക്കാൻ പറ്റത്തുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 ആഴ്ചയ്ക്കപ്പുറം നമ്മളോട് യുദ്ധം ചെയ്ത് നിൽക്കാൻ പോലും കൽപ്പില്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഭാരതത്തിൽ ഇരുന്നു കൊണ്ട് പാകിസ്ഥാനെ പ്രകീർത്തിക്കുന്നവർ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ പണിയെടുക്കുന്നത് ആ രാജ്യം ലോകത്തിൻ്റെ ഭൂപടത്തിൽ തന്നെ അടുത്ത ഒരു ദശകത്തിനുള്ളിൽ ഇല്ലാതാകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നമസ്കാരം.